ആയി കഴിഞ്ഞപ്പോൾ എങ്ങോട്ടെങ്കിലും പോയാലോ എന്നൊന്ന് തോന്നി. എന്തായാലും 5 പേരായിട്ടാണ് പോയത്. 5 പേരെന്ന് എടുത്ത് പറയാൻ കാരണം അച്ഛമ്മ അങ്ങനെ വരാറില്ല. പിന്നെ അച്ഛമ്മേനെയും കുത്തിക്കേണ്ടി കൊണ്ടാണ് ഞങ്ങൾ പോയത്. കാറൊക്കെ തുറന്ന് അകത്ത് കയറി കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ വിട്ട് നമ്മുടെ സിനിമ കാണാനായിരുന്നു. പോപ്കോൺ മേടിച്ചു. നന്ദു അപ്പം തന്നെ കുത്തിക്കെറ്റും ചെയ്തു. എന്നിട്ട് വേണ്ട പോപ്കോൺ അളവൊക്കെ തുടങ്ങി. പിന്നെ അച്ഛമ്മേനോട് ചോദിച്ചപ്പോൾ അച്ഛമ്മയ്ക്ക് ഈ വക സാധനം ഇഷ്ടം. കാണാൻ പോയ സിനിമ എന്തായാലും തുടരുമായിരുന്നു. കുറേ നാളായിട്ട് കാണണമെന്ന് വിചാരിച്ചിരുന്ന സിനിമയായിരുന്നു. പക്ഷേ ഇന്നാണ് ദിവസം ഒത്ത് കിട്ടിയത്. കാരണം വീട്ടിൽ കണ്ടു വന്നു കഴിയുമ്പോൾ പിന്നെ നമുക്കത് കാണാൻ പറ്റില്ലല്ലോ. പിന്നെ എൻ്റെ ടാസ്ക് എന്ന് പറയുകയാണെങ്കിൽ തുടരുന്ന എഴുതി കാണിക്കേണ്ട സംഭവം എടുക്കാനായിരുന്നു. കുറേ നേരം കഴിഞ്ഞിട്ട് കുത്തിയിരുന്ന് കഴിഞ്ഞിട്ടായിരുന്നു തുടരും 2 പ്രാവശ്യം എഴുതി കാണിച്ചു. പിന്നെ ഈ തുടരിൻ്റെ സെക്കൻഡ് പാർട്ട് ഉണ്ടോ എന്ന് എനിക്ക് കാണാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം നല്ല അടിപൊളി സിനിമയായിരുന്നു അത്. സിനിമയുടെ ഹോളിൽ ഇരുന്ന് ഉറക്കം തൂങ്ങാനൊന്നും പറ്റില്ലല്ലോ. അത് കാരണം കൊണ്ട് പിന്നെ കുറേ നേരം ഇരുന്നു. പിന്നെ ഒരു കുഞ്ഞാവ് അപ്പുറത്തിരുന്ന് അച്ഛ വീട്ടിൽ പോകുമെന്ന് പറയണ്ടായിരുന്നു. ഇപ്പം എൻ്റെ ഓർമ്മ വന്ന് പണ്ട് ഇരുമുഖ സിനിമ കാണാൻ പോയി. ഇപ്പം ഞാൻ അവിടെ കിടന്ന് കാറി പൊളിച്ച സീനായിരുന്നു എനിക്ക് ഓർമ്മ വന്നു. കാരണം അതിനകത്ത് മൊത്തം വയലൻസ് അല്ലേ. പിന്നെ നമ്മൾ എന്നാ ചെയ്യാൻ. ഇൻ്റർവെൽ കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ കുറച്ച് ഇറങ്ങിയിട്ട് വെള്ളമൊക്കെ കുടിച്ചിട്ട് വന്നു. സിനിമ എന്തെങ്കിലും അടിപൊളിയായിരുന്നു. പിന്നെ ഒരു പരസ്യമൊന്നും എനിക്ക് അത്ര വലിയ താല്പര്യമില്ല. എല്ലാവരും നല്ല ഫോൺ കുത്തിക്കൊണ്ടേ. അച്ഛമ്മയൊക്കെ ഭയങ്കര ചൂടത്തിയായിരുന്നു. പിന്നെ ഇൻ്റർവെൽ കഴിഞ്ഞിട്ട് സിനിമ കാണാനായിരുന്നു പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് തന്നെ ഫുഡ് അടിക്കാൻ പോവാണ്. കുഴിമന്തിയായിരുന്നു ഞങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഹാഫ് കുഴിമന്തിക്കകത്ത് അൺലിമിറ്റഡ് റൈസ് ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ല. എന്തായാലും നല്ല കടയൊക്കെ കാണാൻ അടിപൊളിയായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ നല്ല അടിപൊളിയായിട്ട് ഫുൾ ഫുഡൊക്കെ കഴിച്ചു. നല്ല അടിപൊളി കട, നല്ല ഗ്രീനറി ലുക്കായിരുന്നു. ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ സ്റ്റെപ്പ് ഇറങ്ങുന്നതാണ്. മീൻസ് ഞങ്ങൾക്കല്ല, എൻ്റെ അച്ചാമ്മക്കാണ് അതിൻ്റെ ഏറ്റവും വലിയ ടാസ്ക് എന്ന്. കാരണം അച്ചാമ്മയ്ക്ക് ഇമ്മാതിരി സ്റ്റെപ്പൊന്നും കയറാൻ പറ്റില്ല. വീട്ടിലത്തെ സ്റ്റെപ്പ് തന്നെ കാരണം അച്ഛമ്മ ഭയങ്കര കഷ്ടപ്പെട്ടാണ്. പിന്നെ കുറേ നേരം അച്ഛനെ അവിടെ കാത്തിരിക്കാൻ പോയി. അച്ഛൻ മീൻസ് വണ്ടി എവിടെയൊക്കെ ഇട്ടേക്ക് അറിഞ്ഞത് കൊണ്ട് അത് എടുക്കാൻ പോകണ്ടേ. പിന്നെ വേണ്ടേ വീട് കഴിഞ്ഞ് കയറ്റാം.